കഥയാരംഭിക്കുന്നത് ഒരു ആർട്ട് ഗാലറി മാനേജറായ ഏവയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. യൂജീൻ എന്നു പേരുള്ള ഒരു വ്യക്തിയുടെ ആർട്ട് ഗാലറിയിലായിരുന്നു അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ അടുത്തായിരുന്നു അവളുടെ ഫിയാൻസിയുമായി അവൾ ബ്രേക്കപ്പ് ആയത്. അതിൽ പിന്നെ വർക്കിൽ അവൾ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ഏവയുടെ അവസ്ഥ യൂജീൻ മനസ്സിലാക്കിയിരുന്നു. വിവാഹത്തിന്റെ ഭാഗമായി ഒരു ഹണിമൂൺ ട്രിപ്പ് പോലും ഏവ ബുക്ക് ചെയ്തിരുന്നതാണ്. പക്ഷേ വിവാഹം മുടങ്ങിയതോടെ എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിലായി. യൂജീൻ ഏവയോട് സംസാരിച്ചു. എന്തായാലും ഹണിമൂൺ ട്രിപ്പ് ബുക്ക് ചെയ്തതല്ലേ, രണ്ടുപേരില്ലെങ്കിൽ എന്താ, തനിക്ക് തനിച്ചു പോക്കൂടെ, കുറെ ആളുകളെ മീറ്റ് ചെയ്യാം, ഒരുപക്ഷെ ഈ മൂഡിൽ നിന്ന് പുറത്തു വരാനും പറ്റും. യൂജീൻ ഏവയെ ഉപദേശിച്ചു. അവൾക്ക് പോവാനുള്ള അനുവാദവും കൊടുത്തു. കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഏവയ്ക്കും തോന്നി. കഥ അവിടെ നിന്നും ബാൽഡോണിയ എന്നു പേരുള്ള രാജ്യത്തിലേക്ക് തിരിയുന്നു. അവിടുത്തെ റോയൽ സെർവന്റായ റെയ്നോൾഡ് അന്ന് രാജകുമാരനടുത്തേക്ക് നടന്നു വന്നു. രാജകുമാരന് ആർട്സിലൊക്കെ വളരെ വലിയ കമ്പമാണുള്ളത്. പ്രത്യേകിച്ചും പുതിയ കാലത്തിന്റെ ആർട്ടിസ്റ്റായ ടോബിയാസ് വരച്ച മനോഹരമായ പെയിന്റിങ്ങുകൾ അദ്ദേഹം വാങ്ങാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഗിഫ്റ്റ് കിട്ടിയൊരു പെയിന്റിംഗ് അന്ന് പ്രിൻസ് നോക്കിക്കാണുകയും ചെയ്തു. പിന്നാലെയാണ് പ്രിൻസ് ഫാമിലിക്ക് മുമ്പിലേക്ക് എത്തുന്നത്. പത്രത്തിൽ വലിയ വാർത്തയുണ്ടായിരുന്നു. പ്രിൻസിന് വേഗത്തിൽ കാർ ഓടിച്ചതിന് ഒരു ഫൈൻ കിട്ടിയെന്ന്. അതിന്റെ പേരിൽ രാജാവായ കാൾ പ്രിൻസിനോട് കുറച്ച് ദേഷ്യത്തിലായിരുന്നു. അടുത്ത കിങ് ആവാനുള്ള ആളാണ്, റെസ്പോൺസിബിൾ ആവണമെന്ന മട്ടിലുള്ള ഉപദേശവും തുടർന്നുള്ള കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം ക്യൂൻ മാറ, അതായത് പ്രിൻസിന്റെ അമ്മയാകട്ടെ പ്രിൻസിനെ വിവാഹം കഴിപ്പിക്കാനുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചനയിലാണ്ടിരുന്നു. ഡെൻമാർക്കിലെ ഗുഡ്രൺ കിങ്ഡത്തിലെ രാജകുമാരിയുമായി അവന്റെ വിവാഹം നടത്താം എന്നായിരുന്നു അവരുടെ പക്ഷം. പക്ഷേ പ്രിൻസിന് ആ വിവാഹാലോചനയും സംഭവങ്ങളും ഒന്നും അത്രയ്ക്ക് അങ്ങോട്ടേക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് രാജാവായി ഉത്തരവാദിത്തം ഏറ്റെടുക്കാനൊക്കെ അവന് മടിയുണ്ടായിരുന്നു. എന്തായാലും പ്രിൻസിനോട് കുറച്ചുനാൾ പാലസിൽ നിന്ന് മാറി നിൽക്കാനും ഒക്കെ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താനും അവന്റെ അച്ഛൻ ഉപദേശിച്ചു. ആ സമയമാണ് റെയ്നോൾഡ് ഒരു അഭിപ്രായം പറയുന്നത്. റെയ്നോൾഡിന്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു ക്രൂസ് ഷിപ്പിലെ ക്യാപ്റ്റനാണ്. അവരുടെ ക്രൂസ് ഷിപ്പ് യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരു ടൂർ പുറപ്പെടുന്നുണ്ട്. വേണമെങ്കിൽ അതിൽ പ്രിൻസിന് പങ്കെടുക്കാം. പക്ഷെ അത് കേട്ടതും പ്രിൻസിന്റെ അനിയൻ മാക്സിന് കുറച്ച് ആശങ്കകൾ തോന്നി. ആളൊരു പ്രിൻസ് ആണല്ലോ, അറിയപ്പെടുന്ന വ്യക്തിയാണ്, ഐഡന്റിറ്റി അങ്ങനെ മറച്ചുവെക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആശങ്ക. പുറത്ത് മറ്റു സുരക്ഷിതത്വമില്ലാതെ പോയാൽ ഉണ്ടാവുന്ന അപകടങ്ങളെ പറ്റിയുള്ള ആശങ്ക. മാക്സ് അത് പങ്കുവെച്ചു. ആ കാര്യങ്ങളൊക്കെ താൻ നോക്കിക്കോളാം, വേണ്ട അറേഞ്ച്മെന്റുകൾ താൻ ചെയ്തോളാം എന്ന് റെയ്നോൾഡ്സ് ഉറപ്പ് കൊടുത്തു. അതോടെ പ്രിൻസിന്റെ അച്ഛൻ ആ യാത്രയ്ക്ക് അനുവാദം കൊടുക്കുകയാണ്. ഇതേസമയം മറുവശത്ത് ഏവയാകട്ടെ തന്റെ സോളോ ക്രൂസ് വെക്കേഷന് വേണ്ടി ജർമ്മനിയിലെ ഒരിടത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. റിലേഷൻഷിപ്പ് മാനേജറായ ടെഡ്ഡിയെ ആദ്യമേ കണ്ടു. ടെഡ്ഡി സന്തോഷത്തോടെ അവളെ സ്വാഗതം ചെയ്തു. കൂട്ടത്തിൽ ഹണിമൂൺ സ്യൂട്ടായിരുന്നല്ലോ അവൾ ബുക്ക് ചെയ്തത്, ഒറ്റയ്ക്കാണോ വന്നത് എന്ന തരത്തിൽ അതിശയത്തോട് ചോദിച്ചു. ആ സമയമാണ് സ്യൂട്ട് കേസ് എടുക്കാൻ നിന്ന ഒരു ക്രൂ മെമ്പർ അത് തട്ടി താഴെ വീഴ്ത്തുന്നത്. അയാളെ ഹെൽപ്പ് ചെയ്യാൻ ടെഡ്ഡി വേഗം അവിടെ നിന്ന് മാറി. പോകുമ്പോ തന്റെ ടാബ് ഏവയുടെ കയ്യിൽ അവൾ ഏൽപ്പിച്ചിരുന്നു. അപ്പോഴായിരുന്നു പ്രിൻസ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ആ ക്രൂസിലാണ് പ്രിൻസും ടൂറിന് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നത്. ഏവയെ അവിടുത്തെ റിസപ്ഷനിസ്റ്റായി തെറ്റിദ്ധരിച്ച പ്രിൻസ് ഏവയ്ക്കടുത്ത് ചെന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. ഏവ പ്രിൻസിനെ നോക്കിക്കാണുന്നുണ്ട്. എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള മുഖം. ഏവ അതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അങ്ങോട്ടേക്ക് റെയ്നോൾഡ് ഓടി വന്നു. വേഗത്തിൽ പ്രിൻസിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. എങ്ങനെ തന്നെ തിരിച്ചറിയുന്നു എന്ന കാര്യത്തിൽ പ്രിൻസിന് കുറച്ച് സംശയമുണ്ടായിരുന്നു. റെയ്നോൾഡുമായി പ്രിൻസ് അതിനെപ്പറ്റി സംസാരിച്ചു. പ്രിൻസിന് പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലുള്ള വളർത്തിയ താടിയുണ്ട്. തൽക്കാലത്തേക്ക് ആ താടി ട്രിം ചെയ്താലോ എന്ന തരത്തിലൊരു ഐഡിയ പ്രിൻസിന് തോന്നി. റെയ്നോൾഡിന്റെ സഹായത്തോടെ ക്രൂസ് ഷിപ്പിലെ റൂമിലെത്തിയ പ്രിൻസ് താടി ട്രിം ചെയ്തു. താടി ട്രിം ചെയ്തപ്പോ ആള് കുറച്ചധികം യങ്ങായ പോലെ അനുഭവപ്പെട്ടു. പിന്നാലെ അഭിസംബോധനാ രീതികളും മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്ന് റെയ്നോൾഡിനോട് പ്രിൻസ് പ്രത്യേകം പറഞ്ഞു. ഐഡന്റിറ്റി മറച്ചുവെക്കാൻ തന്റെ പേര് പുറത്ത് വെളിപ്പെടാതെ നോക്കണമെന്നും എന്നെ ഇനി മുതൽ ജോ എന്ന പേരിൽ റെയ്നോൾഡ് വിളിച്ചാൽ മതി, മറ്റുള്ളവർക്ക് മുമ്പിലും അങ്ങനെ പരിചയപ്പെടുത്താൽ മതി എന്ന് പ്രിൻസ് പറഞ്ഞു. അന്ന് സന്ധ്യയിൽ റെയ്നോൾഡ് പ്രിൻസിനെയും കൂട്ടിക്കൊണ്ട് ക്യാപ്റ്റന്റെ അടുത്തേക്ക് പോയി. ക്യാപ്റ്റന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. ക്യാപ്റ്റൻ അടുക്കൽ ജോയുടെ ഐഡന്റിറ്റി പൂർണ്ണമായും മറച്ചു വെക്കപ്പെടണം എന്ന് പ്രത്യേക നിർദ്ദേശവും റെയ്നോൾഡ് കൊടുത്തിരുന്നു. അന്ന് ക്യാപ്റ്റന്റെ കീഴിലുള്ള ഡിന്നറിന് ക്യാപ്റ്റൻ ഏവയെ ക്ഷണിച്ചിരുന്നു. കൂട്ടത്തിൽ കഴിഞ്ഞ 10 തവണയായി അവരുടെ ക്രൂസ് ഷിപ്പിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ബെറ്റി എന്നൊരു ലേഡിയെയും. അങ്ങനെ വൈകുന്നേരത്തെ വിരുന്ന് ആരംഭിച്ചു. ആ സമയം ഏവ പ്രിൻസിന്റെ തൊട്ടടുത്തായിരുന്നു ഇരുന്നത്. അപ്പോഴാണ് പ്രിൻസ് തിരിച്ചറിയുന്നത് ഏവ അവിടുത്തെ സ്റ്റാഫ് അല്ല, മറിച്ച് ഒരു പാസഞ്ചർ ആണെന്ന്. അവർ തമ്മിൽ പരസ്പരം പരിചയപ്പെട്ടു. ജോ എന്ന പേര് പറഞ്ഞായിരുന്നു പ്രിൻസ് അവളോട് സംസാരിച്ചതും. ജോലിയെപ്പറ്റി പറയുമ്പോൾ താൻ റോയൽ ഫാമിലിക്ക് വേണ്ടി പെയിന്റിങ്ങുകൾ കളക്ട് ചെയ്യുന്ന വ്യക്തിയാണെന്നും അവരത് ചാരിറ്റിക്ക് വേണ്ടി പിന്നീട് ലേലത്തിൽ വെച്ച് വിൽക്കുമെന്നും ജോ മറുപടി കൊടുത്തു. അത് കേട്ടതും ഏവയ്ക്ക് വല്ലാതെ ഇൻട്രസ്റ്റ് തോന്നിയിരുന്നു. അവളും ആ
ആർട്സിൽ താല്പര്യമുള്ള പെയിന്റിംഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണല്ലോ. അടുത്ത ദിവസം അവരുടെ ക്രൂഷിപ്പ് ഒരു സിറ്റിയിലെടുത്തു. അങ്ങനെ സിറ്റി കറങ്ങുവാൻ വേണ്ടി അവരെല്ലാവരും ഇറങ്ങി. പ്രിൻസും ഏവയും വീണ്ടും മീറ്റ് ചെയ്തു. ആ സമയം സംസാരിക്കുമ്പോൾ താൻ ചിക്കാഗോയിൽ നിന്നാണെന്നും ഒരു ആർട്സ് ഗാലറിയിലെ മാനേജറാണെന്നും ഏവ പ്രിൻസിനോട് പറഞ്ഞു. പ്രിൻസിനും വല്ലാതെ ഇൻട്രസ്റ്റ് ആയി. തന്റെ കൂടെ സിറ്റികൾ കറങ്ങാൻ കൂടുന്നോ എന്ന് പ്രിൻസ് അവളെ ക്ഷണിച്ചു. ഏവയ്ക്കും അതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊന്നിച്ചായി പിന്നീടുള്ള യാത്ര ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് സംസാരിച്ചിരിക്കെ തന്റെ കൗതുകം കൊണ്ടും ക്യൂരിയോസിറ്റി കൊണ്ടും പ്രിൻസ് അവളോട് ചോദിച്ചു, ഏവയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്? ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ലേ? അല്പം മടിയോടെയെങ്കിലും ഏവ ഉള്ള കാര്യം മറുപടിയായി പറഞ്ഞു. ഫിയാൻസിയുമായി ബ്രേക്കപ്പ് ആയതും ഹണിമൂൺ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് താൻ ആ ട്രിപ്പിന് വന്നതാണെന്നുമൊക്കെ. പിന്നാലെ പ്രിൻസും തന്നെപ്പറ്റി കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു. എന്റെ നാട് ബൾഡോണിയയാണ്. എന്റെ അച്ഛൻ വലിയൊരു കമ്പനിയിലെ അധിപനാണ്. ഫാമിലി ബിസിനസ് ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രഷർ തന്നുകൊണ്ടിരിക്കുവാണ്. അതിൽ നിന്നും രക്ഷപ്പെടാനാ ഞാൻ ചെറുതായിട്ട് ഒളിച്ചോടിയത്. അത്രയൊക്കെ പറഞ്ഞെങ്കിലും താനൊരു പ്രിൻസ് ആണെന്നും അച്ഛന്റെ അധികാരമാണ് താൻ ഈ ഏറ്റെടുക്കേണ്ടി വരേണ്ടത് എന്നുള്ള കാര്യവും ജോ വിദഗ്ധമായി മറച്ചുവെച്ചു. പിന്നീട് തിരികെ അവർ ഷിപ്പിലെത്തി. അവിടെയും ഒരിടത്ത് വിശ്രമിച്ച് സംസാരിച്ചിരിക്കാൻ തുടങ്ങി. പ്രിൻസും ഏവയും കൂടുതൽ കണക്ട് ആയിട്ടുണ്ടായിരുന്നു. പ്രിൻസ് അത് ഏവയോട് പറയുകയും ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞതും റെയ്നോൾഡ്സ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. അതോടെ പ്രിൻസിനോട് ബൈ പറഞ്ഞ് ഏവ അവിടെ നിന്ന് പോയി. ഏവയുമായി പ്രിൻസ് അടുക്കുന്നത് റെയ്നോൾഡ്സ് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. താങ്കളുടെ യഥാർത്ഥ ഐഡന്റിറ്റി അവരെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് റെയ്നോൾഡ്സ് ചോദിച്ചു. ഇല്ലെന്നായിരുന്നു പ്രിൻസിന്റെ മറുപടി. തുടർന്നുള്ള യാത്രയിൽ ഷിപ്പെടുത്തത് കിങ്ഡം ഓഫ് ബൾഡോണിയയിൽ തന്നെയായിരുന്നു. അവിടെ റോയൽ പാലസിലേക്ക് ഷിപ്പ് ഒരു ടൂർ സംഘടിപ്പിച്ചിരുന്നു. ടെഡ്ഡി നേരിട്ട് വന്ന് ഏവയെ ഇൻവൈറ്റ് ചെയ്തു. ആ സമയമാണ് പ്രിൻസ് അങ്ങോട്ടേക്ക് വരുന്നത്. അവന്റെ കൊട്ടാരമാണല്ലോ. പ്രിൻസ് നേരെ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഈ കൊട്ടാരത്തെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ ഒന്നിച്ചു പോവുകയാണെങ്കിൽ കൊട്ടാരത്തിലെ കുറെ കാര്യങ്ങളെപ്പറ്റി എനിക്ക് ചിലപ്പോൾ നിനക്ക് വിശദീകരിച്ചു തരാൻ പറ്റും. അങ്ങനെ ആ മ്യൂസിയം പോലുള്ള കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന് അവരത് ചുറ്റിക്കാണാൻ തുടങ്ങി. ഏവയുടെ കമ്പനിയിൽ സന്തുഷ്ടനായ പ്രിൻസ് ആകട്ടെ കാര്യങ്ങളൊക്കെ അവൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു സമയം പിന്നിട്ടതും റെയ്നോൾഡ്സ് അങ്ങോട്ടേക്ക് വന്നു. വൈകാതെ ഒരു ചാരിറ്റി ഇവന്റ് നടക്കാനുണ്ട്. ഏത് പെയിന്റിംഗ് ആണ് വിൽക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് വന്ന് സെലക്ട് ചെയ്യണം. റെയ്നോൾഡ്സ് പറഞ്ഞതും പ്രിൻസ് അതിനായി ചെന്നു. പെയിന്റിംഗ് എന്ന് കേട്ടതും ഏവയും ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഏവയെയും കൂട്ടിക്കൊണ്ടായിരുന്നു പ്രിൻസ് അതിനു പോയത്. ബേസ്മെന്റിൽ സൂക്ഷിച്ചിരുന്ന നിരവധി ആർട്ട് വർക്കുകൾ അവർ നോക്കിക്കണ്ടു. അതിലൊന്ന് ചാരിറ്റിക്കായി ജോ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പിന്നീട് അവർ ഷിപ്പിലേക്ക് തിരികെ എത്തി. നടന്ന കാര്യങ്ങളിൽ പലതുകൊണ്ടും ജോയുടെ കാര്യത്തിൽ, അതായത് പ്രിൻസിന്റെ കാര്യത്തിൽ ഏവയ്ക്ക് കുറെ സംശയങ്ങളുണ്ടായിരുന്നു. ടെഡ്ഡിയോട് അതിനെപ്പറ്റി അവൾ സംശയം ചോദിച്ചു. നിങ്ങൾ നല്ല അടിപൊളി കപ്പിൾസ് ആയിട്ടാണല്ലോ ഉള്ളത്, നിങ്ങൾ തമ്മിൽ നല്ല മാച്ച് ഉണ്ട് എന്നായിരുന്നു ടെഡ്ഡിയുടെ മറുപടി. ഒന്നും വിട്ടുപറയാൻ ടെഡ്ഡി കൂട്ടാക്കിയതേയില്ല. ഇതേസമയം മറുവശത്ത് രാജാവ് കാളും സഹോദരൻ മാക്സും പ്രിൻസിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. നിരന്തരമായ അപ്ഡേറ്റുകൾക്ക് അവർ പ്രിൻസിനെയും റെയ്നോൾഡ്സിനെയും വിളിച്ചുകൊണ്ടേയിരുന്നു. ചാരിറ്റിക്ക് വേണ്ടി ആർട്ട് വർക്ക് കളക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആ യാത്ര മാറ്റുവാൻ പ്രിൻസ് തീരുമാനിച്ചിരുന്നു. അതിന്റെ അപ്ഡേറ്റ്സും അവർ സംസാരിച്ചു. പ്രിൻസ് കുറേയായി ഏവയോട് തന്റെ ഐഡന്റിറ്റി മറച്ചുവെച്ച് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അത് റെയ്നോൾഡ്സിന് അത്ര ശരിയായി തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ചുകൂടി അങ്ങനെ മുമ്പോട്ട് പോകാൻ പ്രിൻസ് തീരുമാനിച്ചു. അടുത്ത ദിവസം അവർ സംസാരിക്കുമ്പോൾ പ്രിൻസ് ഏവയോട് അവളുടെ മുടങ്ങിപ്പോയ എൻഗേജ്മെന്റിനെ പറ്റി ചോദിച്ചു. താൻ വിവാഹം കഴിക്കാനിരുന്ന വ്യക്തി ഒരിക്കലും തന്നെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നില്ല. അതുകൊണ്ട് ആ വിവാഹം വേണ്ടെന്ന് വെക്കേണ്ടി വന്നു എന്നായിരുന്നു ഏവയുടെ മറുപടി. പ്രിൻസ് ഏവയെ ആശ്വസിപ്പിച്ചു. വീണ്ടും പുറപ്പെട്ട ഷിപ്പ് അടുത്ത ദിവസം എത്തിച്ചേർന്നത് ലിൻ എന്ന പേരുള്ള ഒരു നഗരത്തിലേക്കായിരുന്നു. മ്യൂസിയങ്ങൾ കൊണ്ടും ആർട്ട് ഗാലറികൾ കൊണ്ടും ഏറെ ഫേമസ് ആയ ഒരു നഗരമാണത്. യാദൃച്ഛികമെന്ന് പറയട്ടെ, പ്രിൻസിന് ഏറെ ഇഷ്ടപ്പെട്ട ആധുനിക കലാകാരൻ ടോബിയാസ് താമസിക്കുന്നതും അതേ നഗരത്തിലായിരുന്നു. ആ വിവരം അറിഞ്ഞതും പ്രിൻസ് വല്ലാതെ എക്സൈറ്റഡ് ആയി. ടോബിയാസിന്റെ ഒരു ഫാൻ കൂടിയായ അദ്ദേഹം ടോബിയാസിനെ കാണണമെന്ന് തീരുമാനിച്ചു. ഏവയായിരുന്നു അതിനെപ്പറ്റി പ്രിൻസിനോട് പറഞ്ഞതുപോലും. പക്ഷേ ടോബിയാസിനെ അറിയാമെന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രിൻസ് നടിച്ചില്ല. ഏവയ്ക്ക് ടോബിയാസിനെ മീറ്റ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഏവയ്ക്കൊപ്പം ഒന്നും അറിയാത്ത ഒരു സാധാരണക്കാരനെ പോലെ പ്രിൻസ് ടോബിയാസിന്റെ ഇടത്തേക്ക് ചെന്നു. നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ ടോബിയാസിന്റെ ഇടത്തെത്തി. ടോബിയാസ് അപ്പോൾ ഒരു പെയിന്റിംഗ് വർക്കിന്റെ തിരക്കിലായിരുന്നു. ഏവ ടോബിയാസിനോട് സംസാരിച്ചു. പ്രിൻസ് മാറി നിന്നു. ടോബിയാസിന്റെ ഒരു പെയിന്റിംഗ് എക്സിബിഷൻ നാട്ടിലെ തന്റെ ഗാലറി
ഗാലറിയിൽ നടത്താനൊക്കുമോ എന്ന കാര്യമൊക്കെയായിരുന്നു അവൾ ടോബിയാസിനോട് ചോദിച്ചുകൊണ്ടിരുന്നത്. ബിസിനസ് സംസാരിക്കുകയും തന്റെ കാർഡടക്കം ടോബിയാസിനെ അവൾ ഏൽപ്പിക്കുകയും ചെയ്തു. ബ്രിങ് എന്ന പേരിലുള്ള ടോബിയാസിന്റെ ഒരു ഫേമസ് പെയിന്റിങ്ങിനെ പറ്റി പിന്നെയാണ് ഇവ ചോദിക്കുന്നത്. ആ പെയിന്റിങ് വിറ്റുപോയി എന്ന വിവരം അറിഞ്ഞതും ആർക്കാണത് വിറ്റത് എന്നവൾ ആകാംക്ഷയോടെ തിരക്കി. യൂറോപ്പിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ പെയിന്റിങ്സിൽ ഒന്നായിരുന്നു അത്. തന്റെ ഓർമ്മയിൽ നിന്നും പ്രഭു കുടുംബത്തിലെ സമ്പന്നരായ ആരോവാണ് അത് വാങ്ങിയത് എന്നവൻ ഓർത്തു പറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ ആ പെയിന്റിംഗ് ഉണ്ടായിരുന്നത് പ്രിൻസിന്റെ കസ്റ്റഡിയിലായിരുന്നു. പക്ഷിയൊക്കെ കേട്ടുനിന്നിട്ടും പ്രിൻസ് മിണ്ടാതിരുന്നതേയുള്ളൂ. തന്റെ ഐഡന്റിറ്റി മറച്ചുപിടിക്കാൻ പ്രിൻസ് വേണ്ടവോളം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ സംസാരിച്ചിരിക്കെ ടോബിയാസിൽ നിന്ന് ബ്രിങ് എന്ന പെയിന്റിങ്ങിനെ പറ്റി കുറച്ച് വിവരങ്ങൾ ഏവയ്ക്ക് വന്നെത്തി. വിയറ്റ്നാമിലെ ജ്വല്ലറി സ്റ്റോർ ഉടമയായ ഒരു വ്യക്തിക്കാണ് താൻ ആ പെയിന്റിംഗ് വിറ്റത് എന്നായിരുന്നു അതിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഇതേസമയം മറുവശത്ത് റെയ്നോൾഡ്സ് ഷിപ്പ് ക്യാപ്റ്റനുമായി സംസാരിക്കുകയായിരുന്നു. പ്രിൻസും ഏവയും തമ്മിലുള്ള അടുപ്പത്തെപ്പറ്റിയും ഏവയ്ക്കടുത്ത് തന്റെ ഐഡന്റിറ്റി മറച്ചുവെക്കാൻ പ്രിൻസ് പറയുന്ന കള്ളങ്ങളെപ്പറ്റിയുള്ള ആശങ്കകളുമായിരുന്നു റെയ്നോൾഡ്സ് ക്യാപ്റ്റനോട് പങ്കുവച്ചത്. ഈ നടക്കുന്നതൊക്കെ രാജാവ് കാളറിഞ്ഞാൽ അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനാകും എന്നും റെയ്നോൾഡ്സ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ ഒരു റോയൽ സർവന്റായ തനിക്ക് പ്രിൻസിന്റെ പ്രണയകാര്യങ്ങളിലോ രാജഭരണ കാര്യങ്ങളിലോ ഇടപെടാൻ പറ്റില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികം വൈകാതെ ആ നഗരത്തിൽ വെച്ച് തന്നെ ക്യാപ്റ്റനും ടെഡ്ഡിയും ചേർന്ന് ക്രൂസ് ഷിപ്പിലെ യാത്രക്കാർക്കായി ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു. ഒരു ടീമായിട്ടായിരുന്നു അത് നടന്നത്. റെയ്നോൾഡും ബെറ്റിയും ഒരു ടീമാണ്. പ്രിൻസും ഏവയുമായിരുന്നു അടുത്തൊരു ടീം. നല്ല രീതിയിൽ മത്സരം നടന്നു. തങ്ങൾ വിജയിക്കുമെന്നൊരു പ്രതീക്ഷ ഏവയ്ക്കുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ മത്സരത്തിൽ വിജയികളായത് ബെറ്റിയും റെയ്നോൾഡ്സുമാണ്. ഏവ ചെറുതായി ഡിസപ്പോയിന്റഡ് ആയി. ഏവയെ അങ്ങനെ ദുഃഖിപ്പിക്കരുത് എന്ന് പ്രിൻസിന് തോന്നിയിരുന്നു. അതോടെ ഏവയുമായി കുറച്ച് കറങ്ങാൻ പോവാൻ പ്രിൻസ് തീരുമാനിച്ചു. വളരെ വിശിഷ്ടമായ ഒരിടത്തേക്കായിരുന്നു പ്രിൻസ് അവളെ കൂട്ടിക്കൊണ്ടുപോയത്. വളരെ മനോഹരമായൊരു റെസ്റ്റോറന്റിൽ അവർ എത്തിച്ചേർന്നു. തന്റെ ഒപ്പം ഡിന്നർ കഴിക്കാൻ പ്രിൻസ് അവളെ ക്ഷണിച്ചു. മ്യൂസിക്കിന്റെ അകമ്പടിയിൽ മനോഹരമായൊരു പ്രണയാന്തരീക്ഷം അവിടെ ഉടലെടുക്കുന്നുണ്ടായിരുന്നു. ഏവയ്ക്കും പ്രിൻസിനോട് പ്രണയം തോന്നിയ നിമിഷം കുറച്ചു കഴിഞ്ഞതും പ്രിൻസ് അവളോട് തന്റെ ഒപ്പം ഡാൻസ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഏവയും സമ്മതിച്ചു. അവരിരുവരും മനോഹരമായി ഡാൻസ് ചെയ്തു. ആ നിമിഷങ്ങൾ ഇരുവരുടെയും ഉള്ളിലെ പ്രണയത്തിന് ഒരു തിളക്കം കൂട്ടുന്നുണ്ടായിരുന്നു. പിന്നീടുള്ള യാത്രയിൽ ഷിപ്പ് വിയന്നയിലടുത്തു. ഏവ പ്രിൻസുമായി അടുത്തുള്ള ഒരു ജ്വല്ലറി സ്റ്റോറിൽ പോയി. ആ ജ്വല്ലറി സ്റ്റോറിന്റെ ഉടമകളാണ് ബ്രിങ് എന്ന പെയിന്റിംഗ് വാങ്ങിയത് എന്നായിരുന്നു ടോബിയോസിൽ നിന്ന് ഏവയ്ക്ക് കിട്ടിയ വിവരം. അതിനെപ്പറ്റി അവിടെ കടന്നു ചെന്ന് അവൾ ചോദിച്ചു. ആ പെയിന്റിംഗ് ഒന്ന് നേരിട്ട് കാണണം, പറ്റിയാൽ തന്റെ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കണം എന്നവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവൾക്ക് വേണ്ട വിവരങ്ങൾ കിട്ടിയില്ല. ആ ജ്വല്ലറി ഓണേഴ്സിന്റെ പിക്ചേഴ്സ് അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. ഏവ തന്റെ ഫോണിൽ അത് പകർത്തി. പ്രിൻസിന്റെ സഹോദരൻ മാക്സിന്റെയും ഭാര്യ കാതറിന്റെയും ഇമേജ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഒന്നും അറിയാത്ത പോലെ ജോ അപ്പോഴും അവിടെ നിന്നു. പിന്നാലെ ജോയും ഏവയും ചേർന്ന് ജ്വല്ലറിയിൽ നിന്നൊരു റിങ് വാങ്ങാൻ റിങ് നോക്കിക്കൊണ്ടിരിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ലേഡി കടന്നു വന്നത്. പ്രിൻസിനെയും ഏവയെയും നേരിട്ട് കണ്ടിയവർ അവരുടെ ഒരു ഫോട്ടോ പ്രിൻസ് ശ്രദ്ധിക്കാത്ത വിധം പകർത്തി. പ്രിൻസിനെ അവർ തിരിച്ചറിഞ്ഞിരുന്നു. മോതിരം സെലക്ട് ചെയ്യുന്നതിനിടയിൽ ഇതെന്താ കല്യാണത്തിന് വേണ്ടി പോലെയുണ്ടല്ലോ എന്ന മട്ടിൽ ഏവ ഒരു കമന്റ് അടിച്ചിരുന്നു. അതും അവർ കേട്ടു. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോ മാക്സിനെ പറ്റി ഏവ നെറ്റിൽ തിരഞ്ഞു. മാക്സ് തന്നെയാണ് ബ്രിങ് എന്ന പെയിന്റിംഗ് വാങ്ങിയത് എന്നേവ മനസ്സിലാക്കി. ജോ അതിനെപ്പറ്റിയൊന്നും ഒന്നും പറഞ്ഞില്ല. എങ്ങാനും തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി ഏവ മനസ്സിലാക്കുമോ എന്നൊരു ഭയം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അന്ന് രാത്രി വൈകി മാക്സ് പ്രിൻസിനെ കാണാനെത്തി. എങ്ങനെയുണ്ട് വെക്കേഷൻ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് അന്വേഷിച്ചറിയാൻ വേണ്ടിയായിരുന്നു അത്. അന്ന് തന്റെ സഹോദരനോട് ഏവയെപ്പറ്റി പ്രിൻസ് മനസ്സ് തുറന്ന് സംസാരിച്ചു. തനിക്ക് അവളെ ഇഷ്ടമാണെന്നും പക്ഷേ താനൊരു പ്രിൻസാണെന്നറിഞ്ഞാൽ അവൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നറിയില്ല എന്നും അല്പം ഭീതിയോടെ പ്രിൻസ് പറയുന്നുമുണ്ട്. റെയ്നോൾഡ്സ് മുമ്പ് പറഞ്ഞ പോലെ സത്യങ്ങൾ ഏവയോട് പറയാനും ഏവയെ ഫാമിലിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുമായിരുന്നു മാക്സ് അവനെ സജസ്റ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും തനിക്കതിന് ധൈര്യമില്ലെന്നും നോക്കട്ടെ എന്നുമായിരുന്നു അവന്റെ മറുപടി. അടുത്ത ദിവസം അവർ മറ്റൊരു റോയൽ പാലസ് സന്ദർശിച്ചു. ഓപ്ഷന് വെക്കാനുള്ള പെയിന്റിംഗ് അവിടെ നിന്നും തിരഞ്ഞെടുക്കണമായിരുന്നു. പക്ഷേ ജോ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഒടുവിൽ ജോ ഏവയുടെ സഹായം ചോദിച്ചു. ഏവയും സന്തോഷത്തോടെ അതിൽ പങ്കുചേർന്നു. അവരങ്ങനെ സംസാരിച്ച് റൊമാൻറ്റിക്കായി നിൽക്കുമ്പോഴാണ് ഫോണിൽ വന്ന കുറച്ച് മിസ് കോളുകളും മെസ്സേജുകളും പ്രിൻസ് നോക്കിക്കാണുന്നത്. പ്രിൻസ് എന്താ കാര്യമെന്ന് നോക്കി. കഴിഞ്ഞ ദിവസം പ്രിൻസും ഏവയും ജ്വല്ലറി ഷോപ്പിൽ കയറിയപ്പോ ഒരു ലേഡി ഫോട്ടോ എടുത്തല്ലോ. ആ ഫോട്ടോ അടക്കം ഗോസിപ്പ് എന്ന തരത്തിൽ
പ്രിൻസിന്റെ എൻഗേജ്മെന്റ് ആണോ നടക്കുന്നത് എന്ന മട്ടിൽ വാർത്ത വന്നിരിക്കുന്നു. പ്രിൻസ് കുറച്ച് പാനിക്കായി. ഏവ അത് അറിയുമോ എന്ന ഭയം അവനെ ബാധിച്ചിരുന്നു. ഷിപ്പിലെത്തി റെയ്നോൾഡ്സുമായി കാര്യങ്ങൾ പ്രിൻസ് ഡിസ്കസ് ചെയ്തു. എത്രയും വേഗം ഏവയുടെ സത്യങ്ങൾ പറയാനായിരുന്നു റെയ്നോൾഡ്സ് ഉപദേശിച്ചത്. പ്രിൻസും അത് മനസ്സിലുറപ്പിച്ചു. പക്ഷേ അതിനു മുമ്പ് അവന് വേഗത്തിൽ ഒന്ന് പാലസിൽ പോകണം. അച്ഛൻ പെട്ടെന്ന് ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നാലെ തന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പ്രിൻസ് പുറപ്പെട്ട് പാലസിലെത്തി. ഓഫീസ് റൂമിലെത്തി അച്ഛനെ കണ്ടു. കാര്യങ്ങൾ സംസാരിച്ചു. നടക്കുന്ന കാര്യങ്ങളിൽ പ്രിൻസിന് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഏവയെ താൻ ഇഷ്ടപ്പെടുന്നെന്നും ഫാമിലിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും വരാനിരിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് അവളെ ക്ഷണിക്കാൻ താൻ ഉദ്ദേശിക്കുന്നു എന്നും പ്രിൻസ് പറഞ്ഞു. ഏവ ഒരു സാധാരണക്കാരി ആയതുകൊണ്ട് രാജാവ് കാളിന് കുറച്ച് ആശങ്കയുണ്ടായിരുന്നെങ്കിലും മനസ്സില്ലാ മനസ്സോടെ പ്രിൻസിന്റെ ഇഷ്ടത്തിന് അദ്ദേഹം വഴങ്ങിക്കൊടുത്തു. ഇതേസമയം മറുവശത്ത് ഷിപ്പിൽ റെയ്നോൾഡ്സ് തുടരുന്നുണ്ടായിരുന്നു. വിവരം മീഡിയയിലൂടെ അറിഞ്ഞ ബെറ്റിയാകട്ടെ റെയ്നോൾഡ്സിനടുത്ത് ചെന്ന് ഇതെന്താ സംഭവം എന്ന മട്ടിൽ ചോദിച്ചു. ജോയുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താണെന്ന് തിരക്കി. പക്ഷെ അവർ സംസാരിക്കുമ്പോ ഏവ അവരുടെ പിന്നിലെത്തിയിരുന്നു എന്ന് ബെറ്റി മനസ്സിലാക്കിയിരുന്നില്ല. വൈകാതെ ആ വാർത്ത കണ്ട് ഏവ ഞെട്ടിത്തെറിച്ചു നിന്നു. ജോ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ജോ തന്നെ വഞ്ചിക്കുകയായിരുന്നു. തന്നോട് കളവ് പറഞ്ഞ് തന്നെ തെറ്റിദ്ധരിപ്പിച്ച് യൂസ് ചെയ്യാനായിരുന്നു ജോയുടെ പദ്ധതി എന്നൊക്കെ ഏവ തെറ്റിദ്ധരിച്ചു. ഏവ അതോടെ വല്ലാത്തൊരു ദുഃഖത്തിലേക്ക് ദേഷ്യത്തിലേക്ക് പോയിരുന്നു. അവളൊന്ന് ദുഃഖത്തോടെ തനിച്ചിരിക്കുമ്പോ റെയ്നോൾഡ്സ് അവളുടെ അടുത്തേക്ക് ചെന്നു. കാര്യങ്ങൾ മുഴുവൻ അവളോട് വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും ചെവികൊള്ളാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഏവയപ്പോൾ. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ക്രൂഷിപ്പ് അപ്പോഴും യാത്ര തുടരുകയാണ്. ഒടുവിൽ ക്രൂഷിപ്പ് തന്റെ അവസാനത്തെ സ്ഥലമായ ബുഡാപെസ്റ്റിൽ എത്തിച്ചേർന്നു. പ്രിൻസ് ആ സമയം ഏവയുടെ മുമ്പിലേക്ക് ചെന്നു. ഏവയ്ക്കടുത്ത് നടന്നതിനൊക്കെ ക്ഷമ ചോദിച്ചു. തന്റെ ഇത്ര നാളത്തെ ജീവിതത്തിൽ താൻ ഇത്രയും കംഫോർട്ടബിൾ ആയിട്ടുള്ളത് ഏവയ്ക്കൊപ്പം മാത്രമായിരുന്നു എന്ന് പ്രിൻസ് അറിയിച്ചു. തന്റെ സിൻസിയറിറ്റി പ്രൂവ് ചെയ്യാൻ ഏവയെ കൊട്ടാരത്തിലെ ഒരു പാർട്ടിയിലേക്ക് പ്രിൻസ് ക്ഷണിച്ചു. പക്ഷേ എന്നിരുന്നാലും പ്രിൻസിനെ വീണ്ടും ട്രസ്റ്റ് ചെയ്യാൻ ഏവയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ വിവരങ്ങളത്രയും വൈകാതെ കൊട്ടാരത്തിലും എത്തി. എങ്ങനെ പ്രിൻസിനെയും ഏവയെയും ഒന്നു ചേർപ്പിക്കാം എന്നതിനെപ്പറ്റി അവിടെ ചർച്ചകൾ നടന്നു. കാര്യങ്ങളിൽ മുന്നിട്ട് വന്ന് ഇടപെട്ടത് മാക്സിന്റെ ഭാര്യ കാതറിൻ ആയിരുന്നു. പരിപാടി അവസാനിക്കുന്ന ദിവസമാണല്ലോ. ടെഡ്ഡി ഏവയോട് സംസാരിച്ചു. തനിക്ക് പ്രിൻസിന്റെ ഐഡന്റിറ്റി നേരത്തെ തൊട്ടേ അറിയാമായിരുന്നുവെന്നും സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് മറച്ചുവെച്ചതാണ് എന്നും അവൾ ഏവയോട് പറഞ്ഞു. പിന്നാലെ അവര് തന്നെ കൊട്ടാരത്തിൽ നിന്ന് അയച്ച് പാർട്ടിയിൽ പങ്കെടുക്കാനുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ ഏവയ്ക്ക് കൈമാറി. കാതറിനായിരുന്നു അത് അയച്ചിരുന്നത്. അതോടെ പ്രിൻസ് തന്നെ ക്ഷണിച്ചത് സീരിയസ് ആയിട്ടാണ് എന്നേവ മനസ്സിലാക്കി. മാത്രമല്ല പാർട്ടിയിൽ പങ്കെടുക്കാൻ പോവാൻ ഏവയ്ക്ക് വേണ്ട വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും കാതറിൻ തയ്യാറാക്കിയിരുന്നു. ഒടുവിൽ പാർട്ടിക്ക് പോവാൻ തന്നെ മനസ്സില്ലാ മനസ്സോടെ ഏവ തീരുമാനിച്ചു. വൈകാതെ പാലസിലെ പാർട്ടി നടക്കുകയാണ്. എല്ലാവരും ഡാൻസിങ്ങിലായിരുന്നു. റെയ്നോൾഡ് ബെറ്റിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അവരും ഡാൻസ് ചെയ്യുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഏവ കടന്നു വരുന്നത്. അതീവ സുന്ദരിയായിട്ടായിരുന്നു അവളുടെ വരവ്. കാതറിൻ പ്രിൻസിനടുത്തെത്തി ഏവയെ വരവേൽക്കാൻ പറഞ്ഞു. സന്തോഷത്തോടെ അവൻ അത് ചെയ്തു. പിന്നാലെ തന്റെ ഫാമിലിക്ക് ഏവയെ അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിറഞ്ഞ സന്തോഷം ഇരുവരുടെയും മുഖത്തുണ്ടായിരുന്നു. പിന്നാലെ ഏവയെ തന്റൊപ്പം ഡാൻസ് ചെയ്യാൻ പ്രിൻസ് ക്ഷണിച്ചു. സന്തോഷത്തോടെ ക്ഷണം ഏവ സ്വീകരിച്ചു. അവരൊന്നിച്ച് ഡാൻസ് ചെയ്തു. ഡാൻസ് ചെയ്യുമ്പോൾ തന്റെ ഫീലിംഗ്സ് ആത്മാർത്ഥമായതാണെന്നും ഇവിടെ ഒന്നിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാം എന്നും പ്രിൻസ് പറഞ്ഞു. ഏവയ്ക്കും അതിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രിൻസ് ഏവയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം അവളെ കൊണ്ടുപോയത് അദ്ദേഹത്തിന് ഗിഫ്റ്റായി സഹോദരനും ഭാര്യയും കൊടുത്തിരുന്ന ആ പെയിന്റിങ്ങിന്റെ മുമ്പിലേക്കായിരുന്നു. ഏവ കാണാൻ ഏറെ കൊതിച്ച് ബ്രിങ് എന്ന ആ പെയിന്റിങ്ങിന്റെ മുമ്പിലേക്ക് സന്തോഷത്തോടെ അവളത് നോക്കിക്കണ്ടു. പ്രണയപൂർവ്വം പ്രിൻസിനെ നോക്കുന്ന ഏവയുടെ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു പ്രണയ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.